നമസ്കാരം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ കഴിഞ്ഞ 6-7 വർഷമായിട്ടുള്ള പ്രവൃത്തി പരിചയം വിലയിരുത്തിയും ആ കാലയളവിൽ പഠിക്കാനുള്ള അവസരം വേണ്ട വിധത്തിൽ പഠിക്കുന്നതിൻ്റെ വെളിച്ചത്തിലും ഒരുപക്ഷെ അതിനോടൊപ്പം തന്നെ ഒരു വിദേശ ഭാഷ പഠിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വിദേശത്തുള്ള സ്ഥാപനത്തിൻ്റെ പ്രവൃത്തി മണ്ഡലങ്ങളെല്ലാം തന്നെ ഈ രാജ്യത്ത് ചെയ്തു തീർക്കുവാനുള്ള അവസരം ഉണ്ടാവും. അതിൻ്റെ ഒരുപക്ഷെ ഒരു നേതൃത്വ സ്ഥാനമായിരിക്കാം. അതൊരു എല്ലാ വിധത്തിലുള്ള ക്രോഡീകരിച്ചും കൊണ്ട് ചെയ്യുന്ന ഈ സാഹചര്യങ്ങൾക്ക് പലപ്പോഴും ഏറ്റെടുത്താൽ പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടാകുമെങ്കിലും പിന്നീടുള്ള പഠനം ഇതിന് ഉപോത്ബലകമായി തീരുവാനും അത് ആത്മവിശ്വാസത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. ഇതിൻ്റെ വെളിച്ചത്തിൽ ജോലിക്കാരെ നിയമിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. കുടുംബ ജീവിതത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോട് കൂടിയതായിട്ടുള്ള ഉദ്യോഗത്തിന് സാധ്യതയുണ്ട്. ആത്മാർത്ഥ സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കുന്നതിനെ പറ്റിയിട്ട് പുനരാലോചിക്കുവാനും ഒരുപക്ഷെ ഈ ഒരു മാസത്തിൽ തന്നെ ഭൂമി വാങ്ങുവാനുള്ള അവസരത്തിന് പോലും സാധ്യതയുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനിടവരും. അവിചാരിതമായിട്ട് സാംക്രമിക രോഗങ്ങളോ അല്ലെങ്കിൽ പകർച്ചവ്യാധിയോ പിടിപെടുവാനിടയുണ്ട്. ഒരു പക്ഷേ ഒരു 3-4 ദിവസം ഗൃഹത്തിൽ ഇരുന്നും കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളും ഇതിൻ്റെ വെളിച്ചത്തിൽ ഇനി മുതൽ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ഒരു വിഹംഗ വീക്ഷണം എന്ന 1-2 മണിക്കൂർ ഗൃഹത്തിലിരുന്നു കൊണ്ട് ജോലി ചെയ്യാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് യോഗയും പ്രാണായാമവും ഭക്ഷണ ക്രമീകരണങ്ങളും അനുവർത്തിക്കുവാനും ദുശ്ശീലങ്ങൾ ഒഴിവാക്കുവാനും തീരുമാനിക്കും. താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് ഭൂമി വാങ്ങുവാനുള്ള അവസരത്തിന് ഒരു നിക്ഷേപം എന്ന നിലയിലായിരിക്കാം, അല്ലെങ്കിൽ ഭാവിയിലേക്ക് 10-20 വർഷത്തിന് ശേഷം മക്കൾക്ക് ഗൃഹം നിർമ്മിക്കുക എന്ന സങ്കല്പത്തോടു കൂടി ആയിരിക്കാം. എന്തായാലും ഇങ്ങനെയുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വസ്തുതർക്കം പരിഹരിച്ച് അടുത്ത തലമുറയുള്ളവർക്ക് ഭൂമി കൈമാറുവാനുള്ള അവസരം വന്നു ചേരും. ആത്മീയ ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. ബന്ധുമിത്രാദികൾ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി ഗ്രഹിക്കുകയും എല്ലാം ഒരു പക്വതയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാം മംഗളകരമാക്കി തീർക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും. ഒരുപക്ഷെ ആഗ്രഹിക്കുന്നതിലുപരി, അതായത് സ്വന്തം നിലയിലല്ല മറ്റുള്ളവർ ആഗ്രഹിക്കുന്നതിലുപരി എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു തീർക്കുന്നത് വഴി ആശ്ചര്യം അനുഭവപ്പെടുവാനും ആത്മാഭിമാനത്തിനും യോഗം കാണുന്നതുമുണ്ട്. നിലവിലുള്ള ജോലിയോടൊപ്പം ഉപരിപഠനത്തിന് ചേരുവാൻ അവസരം വന്നു ചേരും. ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ സ്വല്പം കൂടുതൽ പ്രയത്നം വേണ്ടിവരും എങ്കിൽ പോലും ഭാവിയിലേക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളായിരിക്കും നന്നാവുക എന്ന നിലയിൽ അതിനുവേണ്ടി തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട പുതിയ പദ്ധതികൾ സമർപ്പിക്കാനിടവരും. രൂപകൽപ്പന ചെയ്യുന്ന അഥവാ വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ക്ലേശകരമായിട്ടുള്ള പല വിഷയങ്ങളും മനസ്സിൽ ഒരു സ്വസ്ഥതക്കേടുകൾ ഉണ്ടാക്കുമെങ്കിൽ പോലും ഈശ്വര പ്രാർത്ഥനകളെ കൊണ്ടും മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളെ കൊണ്ടും എല്ലാം വളരെ കൃത്യമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. മക്കൾക്ക് യുക്തിയുക്തമുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ സാധിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ വിദഗ്ധമായുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരം വന്നു ചേരും. പലപ്പോഴും സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. യാത്രാവേളയിൽ പണവും രേഖകളും ആഭരണങ്ങളും നഷ്ടപ്പെടുവാനിടയുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വേണ്ടപ്പെട്ടവരുടെ അകാല വിയോഗത്തിൽ അതീവ ദുഃഖം അനുഭവപ്പെടുവാനിടവരുമെങ്കിൽ പോലും പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. നിലവിലുള്ള രാജ്യത്തു നിന്നും
അതായത് ഏറ്റവും തണുപ്പുള്ള രാജ്യത്ത് നിന്നും മാറി സമശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഒരുപക്ഷെ ഭാവിയിലേക്ക് അച്ഛനമ്മമാരെ സംരക്ഷിക്കുക എന്ന സങ്കല്പം പോലും യാഥാർത്ഥ്യമാകും വിധത്തിൽ അതിനുവേണ്ടി തുടക്കം കുറിക്കാൻ ഇടവരും. പലപ്പോഴും പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോട് ഗ്രഹിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാൻ അവസരം വന്നു ചേരും. പുതിയ കരാറ് ജോലികൾ കഴിഞ്ഞ 6-7 മാസമായിട്ട് ഏറ്റെടുത്ത കരാറ് ജോലികൾ മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതാണ്. അത് ഏറെക്കുറെ പൂർത്തീകരിക്കാനും അതിൻ്റെ രേഖാപരമായിട്ടുള്ള സമർപ്പിക്കാൻ അവസരം വന്നു ചേരും. എന്നാൽ 1 മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാലേ അതിൻ്റെ ഒരു പൂർത്തീകരണം എന്ന നിലയിൽ എത്തിച്ചേരുവാൻ സാധ്യതയുള്ളൂ. സഹപാഠികളോടൊപ്പം വിദേശത്ത് ഉപരിപഠനത്തിന് അവസരങ്ങൾ വന്നു ചേരും. ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ സാധ്യതയുണ്ട്. മംഗളവേളകളിൽ വെച്ച് വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുവാനും അവർ ചെയ്തു വരുന്ന തൊഴിൽ മേഖലകളുടെ ചില വിഭാഗങ്ങൾ സ്വന്തം നിലയിലുള്ള പ്രവർത്തന മണ്ഡലങ്ങളിലും അവലംബിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും പൂര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ഉത്തര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങൾക്കും സ്വല്പം സമാധാനക്കേട് ഉണ്ടാകുമെങ്കിൽ പോലും ഏറ്റെടുത്ത കർമ്മമണ്ഡലങ്ങളാണ്, കൃത്യസമയത്ത് പൂർത്തീകരിക്കണം എന്ന ധാരണയോടുകൂടി തന്നെ മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള പല പദ്ധതികളുമാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ സഹപ്രവർത്തകരുടെയും കീഴ് ജീവനക്കാരുടെയും അലംഭാവത്താൽ എല്ലാം കൃത്യസമയത്ത് പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് രേഖാപരമായിട്ട് തന്നെ ഉടമസ്ഥരെ ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഒരുപക്ഷെ ഇതിൻ്റെ വെളിച്ചത്തിൽ അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ നിയമിക്കാനുള്ള അനുമതി ലഭിക്കുവാനും മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ജൂൺ മാസത്തോടുകൂടി പൂർത്തീകരിക്കാൻ തക്കവണ്ണം എല്ലാം ഒരു ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകുവാൻ ഇടയുണ്ട്. മാർച്ച് മാസത്തിലും അവധി ലഭിക്കാൻ സാധ്യതയില്ല. മെയ് മാസത്തിലും ജന്മനാട്ടിലേക്ക് വരാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ജന്മനാട്ടിൽ വരാൻ തക്കവണ്ണം അവധിക്ക് അപേക്ഷകൾ നൽകുവാൻ ഇടവരും അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ താമസിക്കുന്നവർക്ക്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഏപ്രിൽ മാസം മുതൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ തക്കവണ്ണം ക്രമീകരിക്കാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. പാരമ്പര്യ വിജ്ഞാനവും ആധുനിക സംവിധാനവും ശാസ്ത്രവശവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ ഇടവരും. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതെല്ലാം ചെയ്തു തീർക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹപ്രവർത്തകരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് സുവ്യക്തമായിട്ടുള്ള നിർദ്ദേശം തേടുവാനും ചിലതെല്ലാം പ്രാവർത്തികമാക്കുവാൻ സാധ്യതകൾ വളരെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാഹചര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം ഏറ്റെടുക്കേണ്ടതായ സാധ്യത പോലും കാണുന്നതുമുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കും. അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനിടയുണ്ട്. കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങളുണ്ടാവാതെ നോക്കേണ്ടതാണ്. മാസത്തിൻ്റെ 2ാമത്തെ പകുതിയിൽ ദേഹപരമായിട്ടുള്ള പല വിധത്തിലുള്ള അസ്വാസ്ഥ്യങ്ങൾ വന്ന് ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തും. എന്നാൽ ജീവിതശൈലീ രോഗങ്ങളാണ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ വേണ്ട സമയത്ത് വേണ്ട പോലെ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടും പല പ്രകാരത്തിലും സ്വസ്ഥതക്കേടുകളും സമാധാനക്കേടുകളും അസുഖങ്ങളുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണം ഒരു ക്രമീകരണത്തിന് തയ്യാറാകുവാൻ ഇടയുണ്ട്. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കുടുംബത്തിലെ ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് മെയ് മാസത്തിലെ പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകളിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ചർച്ചകൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി അംഗീകാരം ലഭിക്കുവാനിടയുണ്ട്.
കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. എന്നാൽ ആത്മാർത്ഥ സുഹൃത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ളൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനും സാധ്യതയുണ്ട്. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കുവാനിടവരും. 2027 ആദ്യത്തെ പകുതിയിൽ പൂർത്തീകരിക്കുന്ന കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനോ പദ്ധതികൾ ഏറ്റെടുക്കുവാനോ സാധ്യതയുണ്ട്. സൗഹൃദ സംഭാഷണത്തിൽ പുതിയ തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ആശയങ്ങൾ ഉദിക്കാനിടവരും. ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. പലപ്പോഴും കഴിഞ്ഞ 6-7 മാസമായിട്ട് തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് ധാരാളം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മേലധികാരിയായി ചെയ്തു വച്ചതായിട്ടുള്ള പല അബദ്ധങ്ങളെയും തിരുത്തുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാന ദൗത്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഏറെക്കുറെ ഈ ഫെബ്രുവരി മാസത്തിൽ പൂർത്തീകരിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കും. ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആത്മവിശ്വാസത്തോടുകൂടിയതായിട്ടുള്ള പ്രവർത്തനവും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. സങ്കുചിത മനോഭാവം ഒഴിവാക്കി വിശാല മനസ്ഥിതിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കാൻ ഇടയുണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് വിരോധികളായിരുന്ന പലരും അവരുടെ സ്വാർത്ഥ താല്പര്യം മനസ്സിൽ കരുതി ലോക്യം കൂടുവാൻ ഇടവരുവാനിടയുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. അനുചിത പ്രവൃത്തികളിൽ നിന്നും സ്വയമേവ ഒഴിഞ്ഞു മാറുവാനുള്ളൊരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനും വളരെ അബദ്ധങ്ങളെ അതിജീവിക്കാൻ പോലും സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം സംജാതമാകും. ജീവിത പങ്കാളിയോടൊപ്പം താമസിക്കാൻ തക്കവണ്ണം തൊഴിലവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കാത്തത് വഴി ജന്മനാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വലിയ വാഹനം വാങ്ങിക്കുവാനുള്ള തീരുമാനത്തിൽ നിന്നും തൽക്കാലം പിന്മാറേണ്ടതായ സാഹചര്യങ്ങളുണ്ടാകും. വിലപ്പെട്ട രേഖകളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് സുരക്ഷിതമായിട്ട് അത് സൂക്ഷിക്കാൻ തക്കവണ്ണമുള്ള അവസരത്തിന് വഴിയൊരുക്കുവാൻ സാധ്യതയുണ്ട്. സ്വല്പം പണച്ചെലവ് അനുഭവപ്പെടുമെങ്കിൽ പോലും ഇങ്ങനെയുള്ള അവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കുവാനിടവരും. സജ്ജന സംസർഗത്താൽ സച്ചിന്തകൾ വർദ്ധിക്കുവാനിടവരും. പലപ്പോഴും പല കാര്യങ്ങളിലും കഴിഞ്ഞ 6-7 മാസമായിട്ട് സ്വല്പം ബുദ്ധിമുട്ടുകൾ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. പക്ഷേ എല്ലാം തന്നെ ആത്മവിശ്വാസത്തോടുകൂടിയും പ്രവൃത്തി പരിചയം മനസ്സിൽ കരുതിക്കൊണ്ടും ഭാവിയിലേക്ക് നേട്ടമുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടും അഹോരാത്രം പ്രവർത്തിക്കുവാനുള്ള സന്നദ്ധത എല്ലാ മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് പോലും വഴിയൊരുക്കുവാൻ ഉത്തര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.